അമ്മയെ മാറ്. അമ്മേ. ഹലോ മുത്തുമണീസ്, ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം കൂടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാനെന്താ പെറുവിറുക്കണമെന്നല്ല, ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഓണാക്കി വെച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് ഓണാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് 2-3 കപ്പയാണ് കേട്ടോ താരം. കപ്പയൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തത്. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ആ തൊണ്ടൊക്കെ എടുത്ത് കാണിച്ചത്. അത്രയും നല്ല എന്താ പറയുക, നമുക്ക് ചെറിയൊരു ടാസ്ക് അല്ലേ ഈ കപ്പേൻ്റെ തൊലി പെട്ടെന്ന് കളഞ്ഞു പോകുന്നതും. ഇതിങ്ങനെ ചെത്തി ചിലത് ഇങ്ങനെ വേഗം കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ചെയ്തപ്പോൾ എല്ലാം നല്ല പെട്ടെന്ന് കിട്ടി. അപ്പോൾ അത് 2-3 എൻ്റെ വിചാരം എന്താ ഓണാണ്, ക്യാമറ ഓണാണെന്ന്. പക്ഷെ അല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് അതൊക്കെ മിസ്സായിപ്പോയി. അതാണ് ഈ പിറുവിറുത്തോണ്ടിരുന്നത്. അമ്മ കുറച്ച് കപ്പ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇന്നത്തെ പരീക്ഷണം കപ്പയിലാവാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചെറിയ രീതിയിലൊരു വെറൈറ്റി. ഇതെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ, ഞാൻ എപ്പോഴും പറയണ പോലെ. എന്നാലും ചിലവരിതിങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കിക്കോ, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കപ്പയെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തു കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ചെറുതാക്കി ഇങ്ങനെ കൊത്തി ഇടണം. അപ്പോൾ അങ്ങനെ ഇട്ടാൽ നമുക്ക് വെന്ത് കഴിഞ്ഞാൽ വേഗം നന്നായിട്ട് ഉടയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ വലുതാക്കി മുറിച്ചിടുന്നവർക്ക് അങ്ങനെയും ചെയ്യും. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഒരു കപ്പയുടെ ടേസ്റ്റ് നോക്കിയതാണ്, നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ, നല്ല കപ്പയാണ്. എൻ്റെ കൂടെ വേറൊരാളും കൂടിയിട്ടുണ്ട്. അപ്പോൾ അവൾ താഴെ നിന്നിട്ട് എന്നെ പിടിച്ച് വലിക്കുകയാണ്, എനിക്കെന്താ പറഞ്ഞിട്ട്. അങ്ങനെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ ചെറിയൊരു കുക്കറിലെടുത്തിട്ട് വേവിക്കുകയാണ്. അപ്പോൾ കപ്പയൊക്കെ കുക്കറിൽ വേവിക്കുന്നവരുണ്ടോ എന്ന് ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അടുപ്പിൽ വെക്കുന്നവരൊക്കെ കലത്തിലൊക്കെ വെക്കുന്നവരായിരിക്കും കേട്ടോ. പക്ഷെ ഞാനിതിങ്ങനെ വെക്കുന്നത് നന്നായിട്ട് വെന്ത് കിട്ടിയാലേ കുട്ടികൾക്കായാലും അപ്പനായാലും നന്നായിട്ട് വേഗം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നന്നായി ഉടഞ്ഞ് കിട്ടും, നമുക്ക് വലിയ കൂടുതൽ പണിയില്ല, വേഗം ആവുകയും ചെയ്യും. അപ്പോൾ കപ്പ അങ്ങനെ ഗ്യാസിൽ വെച്ചു. ഇതിൻ്റെ ഇടയിൽ ഇവിടെ തന്നെ ഒന്നും ചെയ്യാനായിക്കാണ്ട് അത് വേറൊരു വശം. അപ്പോൾ ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് അവളുടെ സൈഡിലിങ്ങനെ ഒതുക്കി. നീലും അപ്പനും അമ്മയും കൂടിയിട്ടൊരു കല്യാണ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അതിലേക്ക് വേണ്ടിയിട്ട് 2 തക്കാളിയും കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി, ഇത് മാത്രം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് ഞാൻ ചതയ്ക്കുന്നത്, നന്നായിട്ട് ചതയ്ക്കുക. ചവയ്ക്കുന്നത് കാണിച്ചു തരാറുണ്ട്, ഫോൺ പിടിച്ചിട്ടാണ് ചവയ്ക്കുന്നത്. പക്ഷെ എന്താ പറയുക, ഇത് വെളുത്തുള്ളിയൊക്കെ ഓരോ സൈഡിലേക്ക് തെറിച്ച് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ കപ്പ കൊണ്ടു കേട്ടാ. അപ്പം ഞാൻ ഫോൺ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങനെയാണ് പിന്നെ എടുത്തത്. നേരെ കാണിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, നേരെ ചതയ്ക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ അവൾക്ക് കൊച്ചു ടി വി വെച്ച് കൊടുത്തപ്പോഴാണ് പോയി ഇരുന്നത് എൻ്റെ അടുത്തേന്ന്. അങ്ങനെ ഉള്ളി എരിഞ്ഞ് എൻ്റെ ശിവനെ കണ്ണ് മൊത്തം നേറിപ്പോകഞ്ഞ് വയ്യാണ്ടായൊരു വഴിക്കായി. അങ്ങനെ നമ്മുടെ കപ്പ നന്നായി വെന്തു കേട്ടോ. ഞാൻ അപ്പം തന്നെ എൻ്റെ വിസിൽ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു വിസിലടിച്ചു, എന്നിട്ട് പിന്നെ ഞാൻ മുഴുവൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം എല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷമാണ് ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും കൂടി ആ എയറും കൂടി കളഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോഴേക്കും നന്നായി വന്നിട്ടുണ്ടായിരുന്നു, നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേത്തൊക്കെ തവി കൊണ്ട് വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്തു. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി കേട്ടോ. നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചായിരുന്നേ, എന്നിട്ട് അതിനാവശ്യമായ കടുകൊക്കെ ചേർക്കുക. എന്നിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടിയിട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിന് ശേഷം നമ്മുടെ സവോള ഒരു 2 സവോള എടുത്തായിരുന്നു ഞാൻ, ചെറിയ 2 സവോള കേട്ടോ. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതും കൂടി ഇട്ട് നന്നായി വഴറ്റിയ ശേഷം നമ്മുടെ വെന്ത കപ്പ, നന്നായി വെന്ത് ഉടഞ്ഞ കപ്പ എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെഡി. ഇപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഇട്ടിരിക്കുന്നത് പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പപ്പടം വറുത്തായിരുന്നു, അതും കൂടി ഇട്ട് ചേർത്ത് പിന്നെ കുറച്ച് സവോളയും കൂടി അതിൻ്റെ മേലെ ഇട്ട അടിപൊളിയാണ്. അപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടികൾ. പക്ഷേ അടിപൊളി ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു, വേറെ ലെവലായിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ മാത്രം പോരല്ലോ, കഴിക്കുന്നതും കാണിച്ചു തന്നാലേ നമ്മുടെ പരിപാടിക്കൊരു ഫിനിഷിങ് ആവുള്ളൂ.
അപ്പോൾ അതാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പിള്ളേർക്ക് വേണ്ടായിരുന്നു. വലുത് പിന്നെ കല്യാണ വീട്ടിൽ പോയി വന്നുകൊണ്ട് ഞങ്ങൾ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അവൾ വേണ്ടാന്ന് പറഞ്ഞു. വാമിക്കും കൊടുത്തു. വാമിക്ക് വെറുതെ പുഴുങ്ങിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ കുറച്ചെടുത്ത് കഴിച്ചായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും പുതിയതായി എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവരോടും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.